ഗുഡ് മോർണിംഗ് ഓൾ. സ്വയം NPTEL കോഴ്സസ് എങ്ങനെയാണ് എൻറോൾ ചെയ്യാനാണ് പറയുന്നത്. NPTELൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് NPTEL സ്വയം പോർട്ടൽ. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് വരും. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് അവിടെ സൈൻ ഇൻ ചെയ്യും. ഇനി സൈൻ ഇൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ സൈൻ അപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജിലേക്കാണ് നമുക്ക് റീലോഡ് ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ യൂസർ നെയിം കൊടുക്കുക. ഞാൻ യൂസർ നെയിം കൊടുക്കുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കണം, അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു ഡിജിറ്റ് ഉണ്ടായിരിക്കണം, ഒരു സിമ്പിൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. അതെന്നെ കൺഫേം ചെയ്യുക. പാസ്വേഡ് കൊടുത്ത് തന്നെ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. ദെൻ സെൻഡ് വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് നമ്മളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. ആ വെരിഫിക്കേഷൻ കോഡ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കൊടുക്കുക. എനിക്ക് കിട്ടിയ കോഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. കോഡ് വെരിഫൈ ചെയ്തു. ദെൻ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നു. ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾ കോഴ്സസ് എടുക്കുക. ഇവിടെ കുറേ കോഴ്സസ് വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് വേണ്ട കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അല്ലെ, C വെച്ചിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. ഓക്കെ, ഞാനിവിടെ പൈത്തൺ റിലേറ്റഡ് കോഴ്സാണ് കൊടുക്കുന്നത്. പൈത്തൺ. ഇപ്പോൾ പൈത്തൺ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പൈത്തൺ കോഴ്സസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ സയൻസ് യൂസിങ് പൈത്തൺ, അതേപോലെ തന്നെ ഇമേജ് പ്രോസസ്സിംഗ് യൂസിങ് പൈത്തൺ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ധാരാളം കോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, പൈത്തൺ ഫോർ ഡാറ്റ സയൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ NPTELൻ്റെ ലോക്കൽ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് NPTEL പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. AICT UGC അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് പൈത്തൺ ഫോർ ഡാറ്റ സയൻസിൻ്റെ പേജ്. നമുക്ക് കോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വീഡിയോ കൊടുക്കാം. അവിടെ ലോഡായിട്ട് വരും.
science. Let's first think about what data science actually means. If one were to describe data science succinctly, one could say data. Okay, ആ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഔട്ട്ലൈൻ വീഡിയോസ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് കോഴ്സിൻ്റെ ലേ ഔട്ട് കാണാൻ വേണ്ടി പറ്റും. ഓരോ വീക്കിൽ, അതായത് കോഴ്സിൻ്റെ സിലബസ് കാര്യങ്ങൾ, ഓരോ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ രണ്ടാമത്തെ വീക്ക് എന്തൊക്കെയാണ്, മൂന്നാമത്തെ വീക്ക് എന്തൊക്കെയാണ്, ദെൻ നാലാമത്തെ വീക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ ആരാണ്, IIT മദ്രാസ് എന്നുള്ള ഒരു പ്രൊഫസറാണ്, ജഗന്നാഥൻ മേശ്. ഓക്കെ, ദെൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ദെൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കുക, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വീക്കാണ്. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് പോയിന്റ് കിട്ടുന്നത് 1 ക്രെഡിറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 22-ാം തീയതിയാണ്. എൻറോൾമെൻറ്റിൻ്റെ എൻഡ് ചെയ്യുന്നത് 29-ാം തീയതിയാണ്. അങ്ങനെ കാര്യങ്ങൾ. എക്സാം വരുന്നത് ഓഗസ്റ്റ് 16-നാണ്. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 21 എക്സാം രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 16-നാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യേണ്ട സമയത്ത് നോക്കി നോക്കൂ എന്തൊക്കെ കാര്യങ്ങളാണ്. നെയിം കൊടുക്കണം. ഞാനിവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്. ദെൻ എൻ്റെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുന്നു. ഇമെയിൽ ID ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. വിച്ച് ഗ്രൂപ്പ് യു ബിലോങ്സ് ടു. ദെൻ ജെൻഡർ ഫീമെയിൽ കൊടുത്തു. കൺട്രി, ദെൻ പിൻ കോഡ് കൊടുക്കുക. ദെൻ അവിടെ സ്റ്റേറ്റ് കൊടുത്തു. പ്രൊഫഷൻ ഞാനിവിടെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുത്തു. ഇയർ ഓഫ് ഗ്രാജുവേഷൻ 2010 കൊടുത്തു. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ഞാൻ ABC-യിൽ എനിക്ക് ക്രെഡിറ്റ് ബാങ്ക് ഇല്ല, അതുകൊണ്ട് അതവിടെ ഞാൻ കൊടുക്കുന്നില്ല. അവിടെ ഐ ഡു നോട്ട് നീഡ് ABC ID എന്ന് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് ABC ID എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദെൻ അടുത്തത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. പാർട്ട് ഓഫ് സ്വയം ലോക്കൽ ചാപ്റ്റർ ആണോ, അവിടെ യെസ് എന്ന് കൊടുത്തു. ഓക്കെ, ലോക്കൽ ചാപ്റ്റർ സ്റ്റേറ്റ് അവിടെ കേരള കൊടുത്തു. കോളേജ് നെയിം ചൂസ് ചെയ്യാൻ അവിടെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മലബാർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മൂടാടി സെലക്ട് ചെയ്തു. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഏരിയ നമ്മൾ എടുക്കുന്ന ഏരിയ ഏതാന്നുള്ളത് സെലക്ട് ചെയ്തു. ഞാനിവിടെ സയൻസ് എന്ന് കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നോക്കുക, കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. ദെൻ I agree to സ്വയം ടേംസ് ആൻഡ് സർവീസസ്. I agree to follow the HONOR code. ഓക്കെ, ദെൻ അവിടെ എന്ത് ചെയ്തു, സേവ് കൊടുത്തു. Okay, അവിടെ thank you for registering the course. Click the announcement tab for important notification. അപ്പോൾ എന്താണ് ഇവിടെ
ഞാൻ ആ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് എപ്പോഴാണ്, എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഫാക്കൽറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് NPTEL കോഴ്സസ് കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത്. നമ്മളും ചെയ്തിട്ടില്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ചില ടീച്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്. ഒരു ക്ലാസ്സിന് ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ക്ലാസ് അഡ്വൈസർ എന്ത് ചെയ്യുക, ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, ആ ടീച്ചറെ എനിക്ക് മെൻറ്ററായിട്ട്, അവരുടെ മെൻറ്ററായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ, നിങ്ങളുടെ അണ്ടറിലാണ് ബാക്കി കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിലുള്ള മെൻറ്റീസിൻ്റെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി പറ്റും. ഇപ്പം കുട്ടികളെ ഏതെങ്കിലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് നീ അത് ചെയ്തിട്ടില്ല, സ്പീഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോഴ്സ് എൻറോൾ ചെയ്യിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ.